രാവിലെ കുളിച്ചിരിക്കണേ? രാവിലെ കുളിക്കണം തന്നെ. ഓ കുളിക്കണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. ചെടി വാങ്ങാൻ പോണാ? എന്തോന്ന് ചെടി? മുല്ല. അടുത്ത് ഇനി മുല്ല പോയിക്കാൻ പോണാ നൈറ്റി ഇട്ട്? ഇനി ചേട്ടന് 2 ഒട്ട് കമ്മലൊക്കെ വാങ്ങണം കേട്ടാ. അടുത്ത് മുടി വളർത്തിട്ട് മുല്ല പോയിക്കാൻ പോണാ? അതിന് വളരില്ലല്ല. ഈ ചേട്ടന് മുമ്പ് നിറയെ മുടി ഉണ്ടായിരുന്നു കേട്ടാ. ഇങ്ങനെ കുപ്പന നിക്കി. എന്നിട്ടാ ഓ അപ്പൊ എന്റെ മുടി പോയത് നിങ്ങളെ കമ്പയർ ഉണ്ട്. ആ അല്ല 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 അതെന്താന്ന് എനിക്ക് ടാരോട് വന്നാണ് മുടി തോന്നിയ. അതിന്റെ പേരും പറഞ്ഞോണ്ട് നീ എവിടെ പോയി കയറുന്നേ? ഇവിടെ നമ്മളെ റൂമിലേ. ചേട്ടന് ചെടി ഭയങ്കര ഇത് ഇതെന്ത് ചെടി ഭയങ്കര ഒരു ചെടിയുടെ വീക്ക്നെസ്. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് വിശലമായിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോ നല്ല ഭംഗിയാണോ? ഓ അത് ശരി തന്നെ. നമ്മൾ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ചെടി ഇങ്ങനെ നിൽക്കും, പൂക്കൾ നിൽക്കുമ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. എന്നെ കൊണ്ടുപോകണം. എനിക്ക് എന്താന്ന് വാങ്ങിത്തരും? ഞാൻ കൂടെ വരെ. ചൂട് സമയമായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം ദാഹത്തിന്. അതിൻ്റെ അകത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ നടന്നു പോയാൽ 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. വലിയ എത്ര ഏക്കറായിട്ടത്? ഓ പിന്നെ വലിയ പൂന്തോട്ടം കേട്ടോ. പണ്ടേ ഉള്ളു. ഇവിടെ വർഷത്തിലൊരിക്കൽ പവർ ഷോ വയ്ക്കും. ഇപ്പോൾ 2 വർഷം കൊണ്ട് ഇല്ല പവർ ഷോ. ഇയാൾ അച്ഛൻ മരിച്ചതിന് ശേഷം പവർ ഷോ ഒന്നും വെക്കില്ല. പിന്നെ വേറെ ഡ്രസ്സൊന്നും അറിയില്ല. വേനുമ്പോ പോയിട്ട് വരും. അങ്ങോട്ട് പോണാ? അങ്ങോട്ട് പോണാ? അയ്യോ ഞാനാണ് രാവിലെ വൈകുന്നേരം. വെയിലടിച്ചു കഴിഞ്ഞാൽ ഞാൻ വടി പോവും. വെയിലിന്റെ ഇത് കാണുമ്പോ ഓ തല വെന്തോ. ഒരു വിക്ക് വാങ്ങിച്ചേട്ടാ ഒട്ടുമുടി. എനിക്ക് വിക്കിന്റെ ആവശ്യമില്ല. ഞാൻ 2-3 മാസം വിചാരിച്ചാൽ എന്റെ മുടി ഇങ്ങനെ. ഓ അത് മുമ്പേ വരും. ഇനി അങ്ങനെ വരില്ല. അത് കാണുമ്പോ അറിയാൻ പറ്റും. വേണ്ട അയ്യോ വേണ്ട, എനിക്കിഷ്ടല്ല. മോന്റെ തല കാണുമ്പോഴേ വട്ട് പിടിക്കാം. എനിക്കറിഞ്ഞൂടാ കളിക്കാൻ. തെങ്ങിന ഓല സെറ്റോടെ ഒരു വീതാ വന്ന് പക്കത്തിട്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഈ താളം കളിച്ചതാണ്. അവിടെ വെച്ച് പിടുത്തായി. വരും വരും വരും. ഇപ്പോ പോയി പോയി ഡ്രസ് എടുത്തരാ. ചെടികളൊക്കെ എനിക്കിപ്പോൾ ഈ ചെടിയാണ് ഇഷ്ടം. സർപ്പപ്പഴം അല്ല, അത് 1 വർഷം കൊണ്ട് അതിലങ്ങനെ നിൽക്കണം. അത് അതിൻ്റെ ഇത് കഴിയുമ്പോൾ വേറെ ഇത് കണ്ട അത് പഴുത്ത് ഉണങ്ങാറായല്ല. അല്ലാത്തതാണ് അങ്ങ് അകത്തിന്ന് പറഞ്ഞാൽ നിൽക്കണം. എന്നും പിന്നെ അങ്ങനെ നിൽക്കുക. ആ ഇല പഴുക്കണ്ടേ? ഇതൊക്കെ പിന്നീട് ഉള്ളത്. അത് നമ്മളിവിടെ വീട് പണിക്കുമ്പോൾ ഈ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് തന്നെ. ആ ചെടിയൊക്കെ മാറ്റിയിട്ട് ആ ചട്ടിയിൽ നിങ്ങൾ വരണമെങ്കിൽ വരും. ഞാൻ പോണു. മതിയോ ഷർട്ട്? ഓ ഇവിടെ പോവാ, അടുത്ത് പോവാ. അത് പോരാ. ഞാൻ ഇതാ എന്ന് ഒരു കറുപ്പെടുക്കട്ടെ എന്നെ പോലെ. ഇത് സെറ്റിൽമെന്റിന്റെ കൂടെ ഇടേണ്ട ഷർട്ടാണ്. ഇതാ അത് ഇങ്ങനെ കട്ടിൽ വരട്ടല്ലേ ഞടിക്ക്. വേണ്ട, എനിക്ക് ഇഷ്ടം. അത് അടിസൈഡ് അല്ല, അത് ഞാൻ തന്നതുപോലെ മടക്കി ഈ കട്ടിലിന് എനിക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ഇങ്ങനെ വല്ല ഇതൊന്നും പറയണല്ല. എനിക്കിങ്ങനെ റൂമിൽ തുണികളൊന്നും വാരിയിടുന്ന ഇഷ്ടമല്ല കേട്ടാ. പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. അത് ഷോൾ ഞാൻ ഇപ്പൊ എടുത്ത് അങ്ങനെ
നിങ്ങൾ ഇട്ടല്ലേ നരച്ചത്, ഞാനല്ല ഇടുന്നേ. നീ നനച്ചാണ് ചേട്ടാ ഇട്ടേനാ അത്. ഞാൻ 4-3-7 ദിവസം ഇടും. 7 ദിവസം ഇടും. ബാക്കിയുള്ള ദിവസം അത്രയും ഒരു ദിവസം അല്ലേ ഇവിടെ നല്ല രാവിലെ ഇരുണ്ടിരുന്ന് ഇപ്പം നല്ല വെളിച്ചമായിരിക്കണേ. എവിടെ ഇങ്ങോട്ട്. പക്ഷെ മുമ്പേ നല്ല വെളുപ്പായിരുന്നു കേട്ടോ. പിന്നീട് ഈ ചേട്ടൻ ഇപ്പാണ് കറുത്ത ഈ ഇടക്കാലങ്ങളിൽ. ചേട്ടൻ്റെ വെളുപ്പാണ് സേതുവിന്. സേതു പണ്ട് ഇത്തിരി കൂടെ വെളുപ്പായിരുന്നു. അത് വെയിൽ കൊണ്ട് പണി ചെയ്യണല്ലേ എപ്പോഴും. നമ്മളെന്ത് അധ്വാനിക്കണില്ലേ? ഞാൻ വീട്ടിൽ ഇരുന്ന് എന്തെല്ലാം എനിക്ക് സമയം കിട്ടില്ല വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ. ഭയങ്കര ജോലി എല്ലാരും കാണണല്ല. 4 ദിവസത്തേക്ക് എനിക്കാണ് കഞ്ഞി കഴിക്കുന്നത്. അയ്യോട്ട് പോയി ഞങ്ങളുടെ പട്ടിക്ക് പൂച്ചയ്ക്ക് ഇതുപോലെ കഞ്ഞി. അത് എവിടെയെങ്കിലും ഒരു 10-15 മിനിറ്റ് കാണും. പിന്നെ ഒരു മീൻ കഴിപ്പ്, ഇതൊക്കെ എന്തൊന്നും അതിലൊക്കെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെക്കണം, അതൊക്കെ ഒരു നമ്മൾ വിചാരിച്ച ഒരു 3-4 മണിക്കൂറത്തെ ഗ്യാസ്. ഇത് പുറത്തിറങ്ങി നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ചെയ്യണം. 5 മണിയാണ് ഇട്ടായിരുന്നത്. ഇത് രാവിലെ നിങ്ങൾ ഒന്ന് വിചാരിച്ച് മുടിക്കും പോവാം. മുടിക്കും 11 മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും എൻ്റെ മുടി വെട്ടണം കേട്ടോ. ഇനി തൊഴിഞ്ഞതിന് ശേഷം അതാ കുളിച്ചപ്പോട്ടെ. അതല്ല, എനിക്ക് തൊഴിഞ്ഞതിന് ശേഷം ഞെരുക്കം കുറഞ്ഞ് ഒരുമായിരിക്കണം കേട്ടാ. എനിക്ക് പണ്ട് ചേട്ടനാണ് മുടി വെട്ടി തന്നെ. വെട്ടി എൻ്റെ മുടി എനിക്ക് മുടി വെട്ടി എൻ്റെ മുടിയെല്ലാം പോയി കണ്ട. അല്ല, പണ്ട് എനിക്ക് സത്യം നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം. പണ്ട് എല്ലാവർക്കും നിറച്ചു മുടി ഉണ്ടാവും. അല്ല, എനിക്ക് പിന്നെ അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പൊ ഒത്തുപോലെ മുടി ആയപ്പോഴേ കെട്ടിയിടുമ്പോ ബാക്കൊക്കെ നോക്കാൻ ഒരുമാതിരി അല്ലേ ഇരിക്കും. അപ്പൊ എന്താ പോലെ ഏട്ടാ, വാങ്ങിച്ചെന്നാ ഞാൻ ഉറപ്പായിട്ട്. ഇങ്ങനെ ഇപ്പൊ ഒരു മുടി ഇറങ്ങില്ലേ സ്ട്രേറ്റ്, ഇങ്ങനെ ഇവിടെ വന്ന് സ്ട്രേറ്റ് വന്നിട്ട് തുമ്പ് വന്ന് ഇങ്ങനെ ചുരുണ്ട് കിടക്കും. എനിക്ക് അങ്ങനെ വെട്ടിയിടാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ. പക്ഷെ ഞെരുക്കമില്ല, ഞെരുക്കമില്ല മകനെ. അവിടെ എന്തോ ചെയ്യണേ നിങ്ങള്? അവിടെ എന്തോ ചെയ്യണേ? എന്താ പിടിക്കും, ഞാൻ ഷോൾ എടുക്കട്ടെ. എവിടെ എവിടെ എന്നിട്ട് ചെലങ്കരെടുത്ത് കളിച്ചുകൊണ്ടിരിക്കണേ? എനിക്ക് എന്താന്ന് ഈ ചേട്ടൻ അതുപോലെ ഇനി ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് ചെടിയുടെ ഇല നോക്കിക്കൊണ്ടിരിക്കും. അതാ ഉറങ്ങി കിടന്നതിനാണ്. എനിക്കാണെങ്കിൽ ഒരുങ്ങി കഴിഞ്ഞാൽ പോണം. എനിക്കത് ഇഷ്ടമല്ല. അവനെ വിളിക്കണ്ട. എവിടെ പോണേ? കണ്ട് ഇറങ്ങി എന്നിട്ട് ഈ ചേട്ടൻ പൗഡർ ഒന്നും ഇടൂല. കുളിച്ചിട്ട് ഒന്ന് എണ്ണ തേക്കും പോവും, അത്രേ ഉള്ളു. അടുക്കള തുറന്നപ്പോൾ ഇതാ പോണം. വലി എത്ര നേരം ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല എത്ര സമയമായിരുന്നേ. എന്താന്നേ നിങ്ങൾ ഇത്ര നേരം എണ്ണ തേക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റായി. ഇനിയിപ്പോൾ നിങ്ങൾ ചെടിയുടെ അടുത്ത് പോയി എല്ലാം നോക്കാം. അതും കൂടെ നോക്കിയിട്ട് ഞാൻ വരാം. എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ വയ്യ. എന്നുള്ള സൂക്കേട്. എനിക്കാണെങ്കിൽ ഒരുങ്ങിയിട്ട് നിൽക്കണ ഇഷ്ടമില്ല. ചേട്ടാ കളിക്കല്ലേ, എന്ത് ചേട്ടൻ. ഞാൻ പോണം. ഞാൻ എൻ്റെ ചെരുപ്പെടുത്തിട്ട് ഞാൻ പോട്ടെ. കളവേ 2 പൊടിച്ചെടിയേ, 2 മുമ്പിടിച്ചെടി. എന്താ പിടിക്കും, ഞാൻ പോയി 2 മുല്ലച്ചെടിയല്ലേ. അതേനെ ഹിറ്റ് എന്തെങ്കിലും എടുത്തോണ്ടരായി പിടിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം തൂക്കിക്കൊണ്ട് നടക്കാൻ. പിടിക്കും. അത് ഫോണ് നേരെ പിന്നെ ഫോണ് നേരെ തന്നെ നടക്കണേ. എന്തോ ചെറിയതാണ് കോളാമ്പി ചെടി. എവളെ സ്വഭാവം എന്ന് വെച്ചാൽ കോളാമ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കും കേട്ടോ. വാ ഓടി കേളായി ഓടി വാ പോണ്ടേ. ഇട്ടെടുക്ക ഇതുവരെയും സമയമായില്ലേ? ഓടി വാ
എവിടെ പോയേ? വാ പറഞ്ഞെങ്കി ഇപ്പൊ ആര് ലേറ്റ് ആവണേ? ഇത്രയും നേരം നിന്നതാര്? ഞാനാ? ആ, എനക്ക് വിശക്കും. ഇത്രയും സമയമായിട്ട് ഈ ഞാൻ റെഡിയാ. ഞാൻ വണ്ടിയിൽ ഇറങ്ങണില്ല. ഞാൻ വണ്ടിയിലാണ് ഇരിക്കുന്നത്. നീ വണ്ടിയിൽ കയറിയാലേ എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇവിടെ കയറാനാ? ഇവിടെ നിന്ന് ഗേറ്റ് തുറക്കണം. ആര്? ഞാനാ തുറക്കും ഗേറ്റ്. നീ തുറക്കും. എന്നും ഇത് തന്നെ എന്നും. നമ്മളെ ഒരു ശീലായി പോയില്ലേ? നീ പേടിക്കാതെ. നമ്മൾ ഒരു വഴിക്ക് പോവാൻ ഇറങ്ങിയ നമ്മൾ പോണത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. ഷാർട്ടാക്കാതെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞിട്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇവിടുന്ന് നടന്നു പോയാൽ 15 മിനിറ്റേ ഉള്ളൂ. അവിടെ തന്നെ ഞാൻ മീനൊക്കെ വാങ്ങാൻ പോണേ. അവിടെ പൂന്തോട്ടമുണ്ട് കേട്ടോ. കുറച്ച് 12 ഏക്കർ 5 ഏക്കർ എത്ര തന്നെ? 12 ഉണ്ടാ? ഇല്ല 5 ഏക്കർ. എത്ര ഏക്കറാണ്? വർഷത്തേക്ക് ഒരിക്കൽ അവിടെ പവർ ഷോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറ്റിമുല്ല വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പോയി സേത് ഇവിടെ വീട്ടിൽ ഉണ്ട് കേട്ടാ. സേത് വീട്ടിൽ ഉണ്ടെന്ന്. അതൊന്നും ചേരണ്ട. പോണം. എങ്ങനെ നമ്മളെ വഴിയിലോട്ട് നടക്കണം. കണ്ട 3 ദിവസത്തേക്ക് ഒരു മഴ പെയ്തു ഇവിടെ. ഇങ്ങനെ തന്നെ നമുക്കെപ്പോഴും. അപ്പോൾ കുറച്ച് നവത്തിട്ടിരുന്നെല്ലാം പോയി കേട്ടാ. ഇനിയിപ്പോൾ അടുത്ത ജൂണിലൊക്കെ മഴയാകുമ്പോൾ നല്ല ഇവിടെ ഓടയാവും. അങ്ങനെ ചൊല്ലിക്കളവാ ഇവിടെ നിൽക്കുന്നത്. ഞാൻ വെറുതെ വിളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അല്ലാതെ അങ്ങനെ നമുക്ക് പോവാം. ഇങ്ങനെ വന്നിട്ടാണ് നമ്മളെ വീട്ടിലിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടങ്ങ് ഇറങ്ങണേ കേട്ടാ. പോയി ഇല്ല, ഇന്നലെ ഒരാൾ പറഞ്ഞേ നമ്മളെ നാടൊക്കെ കാണിക്കാൻ. നമ്മളെ നാട് ഇനി ഒരു പാർശല മൊത്തം കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ ഹെൽമെറ്റ് വണ്ടി. ഇവിടെ അടുത്തല്ലേ പോണല്ലേ? വേണ്ട. ഇതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു കല്ലുണ്ടാക്കണ കമ്പനി ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് വീട് വയ്ക്കാൻ കല്ലൊക്കെ എടുക്കണം കേട്ടോ. കടമൊക്കെ തന്ന് പിന്നീട് പൈസ കിട്ടുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇതാണ് നമ്മളെ നാട്. നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിപ്പം ചെറുവാറക്കണ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടാ. ചെറുവാറക്കണ സ്കൂളിൻ്റെ അടുത്ത്. ഈ കട ഒന്നുമില്ല. ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും പള്ളിയിലൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും കേട്ടാ. ഇതൊരു വഴി. ഇങ്ങനെ നമ്മൾ അവിടെ നിന്നല്ലേ വന്നേ. അടുത്തിതാ ഇങ്ങനെ പോവേണ്ട പൂന്തോട്ടത്തേക്ക്. നല്ല ചെടികളൊക്കെ നിൽക്കണേട്ടാ. നമ്മൾ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അല്ലേ? ഇപ്പം വന്നിട്ട് കുറേ അല്ലേ. നമുക്ക് നടന്നു വന്നാൽ 15 മിനിറ്റ് മതി. ഞാൻ ഇവിടെ തന്നെ മീൻ വാങ്ങാൻ പറഞ്ഞേ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തി കേട്ടാ. നമ്മളിവിടെ എത്തി.